അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ ഷോറൂമുകളിലൊക്കെ ഭയങ്കര കച്ചവടമാണല്ലേ. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കച്ചവടം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും, അതായത് വലിയ ഡ്രസ് കടകളിലാണെങ്കിലും പിന്നെ ഷോറൂമുകളിലാണെങ്കിലൊക്കെ ഓഫറുകൾ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് തിരക്കുള്ള സമയമാണ്. മുതലാളിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അവർ കോടികൾ കൊടുത്തിട്ട് ഫിലിം സ്റ്റാറിന് പരസ്യം ചെയ്യാൻ വിളിക്കും. അവരത് പരസ്യം ഭംഗിയായിട്ട് ചെയ്യും. പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെതൊരു ചെറിയ ഷോപ്പാണെങ്കിലും പെരുന്നാൾ കച്ചവടത്തിന് ഒരാഴ്ച അൽഹംദുലില്ലാ നല്ല കച്ചവടം ഉണ്ടാവും. അപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമുക്ക് ആ സമയത്ത് നമുക്ക് സമ്പത്ത്, അതായത് പൈസ ഉണ്ടാക്കി തരുന്നവരെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കണം. കോടികൾ മുടക്കി ഫിലിം സ്റ്റാറിന് പരസ്യം ചെയ്യാൻ വിളിക്കുന്നവർ വൈകിട്ടത്തേക്ക് ഒരു ചായ അവർക്ക് വാങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് സമയം ഓവർ വർക്കാകുമ്പോൾ അതിനുള്ള സാലറിയും അവർക്ക് കൊടുക്കുന്നില്ല. അത് പലരിൽ നിന്നും ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. വളരെയധികം വിഷമമുണ്ട്. 1-2 പയ്യന്മാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓണാകുമ്പോഴേക്കും ഷോപ്പിൽ നിന്ന് ഇറങ്ങി, കാരണം ഭയങ്കരമായിട്ട് വർക്കായിരിക്കും, നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഫിലിം സ്റ്റാറിനെ വിളിക്കണം, പരസ്യം ചെയ്യണം, എല്ലാം വേണം. പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ പിന്നെ എന്താ പറയുക, കച്ചവടത്തിൽ അവർ നമ്മളൊരു പങ്കാളിയെ പോലെ ഭയങ്കരമായിട്ട് ആത്മാർത്ഥതായിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അവർക്ക് അതേ രീതിയിൽ ഒരാഴ്ചത്തെ കാലത്തോളം എനിക്ക് എൻ്റെ സ്റ്റാഫുകൾക്ക്, കുട്ടികൾക്ക്, അതായത് വേറെയും കുട്ടികളെ വരുത്തോട്ടെ, ആ പെരുന്നാൾ സമയമാകുമ്പം അവർക്കൊക്കെ സാലറി ആ ഒരാഴ്ചത്തേക്ക് അന്നേ ദിവസം തന്നെ ഇരട്ടി ശമ്പളമായിട്ട്, ഇരട്ടി ചിലപ്പോൾ ത്രിബിളൊക്കെ ആവും. കാരണം അതെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതുപോലെ ഭക്ഷണവും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷം അവർക്കും കൂടി കൊടുക്കുക. നമുക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പേഴ്സൻറ്റേജ് പോലും ആവില്ല നമ്മൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ അത് പല മുതലാളിമാരും മറന്നു പോകുന്നുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പലരും ചെയ്യുന്ന ഈ ഒരു തെറ്റ് അതൊന്ന് തിരുത്തുക. കോടികൾ നമ്മൾ പരസ്യത്തിന് ചെലവാക്കുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഒന്ന് പരിഗണിക്കുക. അവർക്ക് ആ ദിവസങ്ങളിലെ നമുക്ക് കിട്ടുന്നതിൻ്റെ സന്തോഷം അവർക്കും എന്തെങ്കിലുമൊക്കെ നൽകുക. ചായയോ ഭക്ഷണമായിട്ടൊക്കെ എക്സ്ട്രാ അവർക്ക് നൽകുക. അപ്പോൾ അവർക്കൊരു മടിയില്ലാണ്ട് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ അവർക്കും ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ്.